ത്തിലെ ദൈവങ്ങൾക്കെല്ലാം ഓരോ ആൾക്കും ഓരോ വാഹനമുണ്ട്. വിഷ്ണുവിന്റെ വാഹനം ഗരുഡൻ, ബ്രഹ്മാവിന്റെ വാഹനം അരയന്നം, അല്ലേ? ദുർഗയുടെ വാഹനം കടുവ, സിംഹം, അല്ലേ? ശിവന്റെ വാഹനം കാള. നർമ്മദാദേവിയുടെ വാഹനം അറിയാം ആർക്കുന്നു? നർമ്മദാദേവിയുടെ വാഹനത്തിന്റെ പേര് നർമ്മദ. ഗംഗ, യമുന, സരസ്വതി, ഗോദാവരി, നർമ്മദ ഇതൊക്കെ ഒരു ദേവിയാണ്, ഇതല്ല ഒരു പുഴയുടെ പേരാണ്. നർമ്മദാദേവിക്ക് ഒരു വാഹനമുണ്ട്. ആ വാഹനത്തിന്റെ പേര് ആരെങ്കിലും പറഞ്ഞു തന്നാൽ ഇപ്പൊ 100 രൂപ സമ്മാനം തരും. നർമ്മദാദേവിയുടെ വാഹനം ആർക്കും അറിയാവോ? ആ വാഹനം മലയാളികൾ അറിഞ്ഞിരിക്കണം. കാരണം ആ വാഹനത്തിന്റെ പേരിൽ നമുക്കൊരു മാസമുണ്ട്. ആ മാസത്തിന്റെ പേര് മകരമാസം എന്നാണ്. നർമ്മദാദേവിയുടെ വാഹനത്തിന്റെ പേര് മകരമത്സ്യം എന്നാണ്. മകരം എന്ന് പറഞ്ഞാൽ മുതല, മുഖം മുതലയും ഉടൽ മത്സ്യവുമായിട്ടുള്ള ഒരു പ്രത്യേക രീതിയാണ് നർമ്മദാദേവിയുടെ വാഹനം. മകരമാസത്തിൽ ആകാശത്തെ നക്ഷത്രങ്ങളെ ചിത്രം വരച്ചാൽ, കൂട്ടിയോജിപ്പിച്ച് ചിത്രം വരച്ചാൽ മകരമത്സ്യത്തിന്റെ രൂപം കിട്ടുന്നത് കൊണ്ടാണ് മകരം എന്ന ആ മാസത്തിന് പേര് വന്നു. മാസത്തിന് പേര് വന്നത് ഇത് ധനുമാസമാണല്ലോ. ധനുമാസത്തിന് പേര് വന്നത് ധനുസിന്റെ വില്ലിന്റെ ആകൃതിയാണ് നക്ഷത്രങ്ങളെ ചേർത്ത് ചിത്രം വരച്ചാൽ കിട്ടുക. കഴിഞ്ഞാൽ മകരമാണ്. മകരം മകരമത്സ്യത്തിന്റെ. കുംഭം പാത്രത്തിന്റെ രൂപം കിട്ടിയാൽ കുംഭമാസം, അതാണ് കുംഭമാസം. മീനം സാധാരണ പരമീന്റെ ചിത്രം കിട്ടിയാൽ മീനമാസം. മേഷത്തിന്റെ ചിത്രം കിട്ടിയാൽ മേഷമാസം, അത് നമ്മുടെ മലയാളത്തിൽ മേടമാസം. മേഷം എന്ന് പറഞ്ഞാൽ ആട് എന്നാണ്, ആടിന്റെ ചിത്രം കിട്ടും. ഇടവം പോത്തിന്റെ ചിത്രം കിട്ടിയാൽ ഇടവം. മിഥുനം ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കുഴപ്പമൊന്നുമില്ലാതെ സ്നേഹത്തോടെ അഭിമുഖരായിരുന്നു വർത്തമാനം പറയുന്ന ചിത്രം കിട്ടിയാൽ മിഥുനമാസം. ഞണ്ടിന്റെ ചിത്രം കിട്ടിയാൽ കർക്കടക മാസം. സിംഹത്തിന്റെ ചിത്രം കിട്ടിയാൽ സിംഹമാണ് മലയാളത്തിൽ ചിഹ്നമായി മാറി. കന്യകയുടെ ചിത്രം കിട്ടിയാൽ കന്നിമാസം. തുലാസിന്റെ ചിത്രം, ത്രാസിന്റെ ചിത്രം കിട്ടിയാൽ തുലാമാസം. തേളിന്റെ ചിത്രം കിട്ടിയാൽ വൃശ്ചിക മാസം. വൃശ്ചികൻ എന്ന് പറഞ്ഞാൽ തേളുന്ന. സംസ്കൃതത്തിൽ ഒരു ശ്ലോകമുണ്ട്, വൃശ്ചികസ്യ വിഷം പുച്ഛം, തേളിന്റെ വിഷം വാലുമ്മലാണ്. അതാ വൃശ്ചികം. പിന്നെ ധനു. മനസ്സിലായോ? അപ്പോ ഓരോ ദേവതയ്ക്കും ഓരോ വാഹനമുണ്ട്. അയ്യപ്പന്റെ വാഹനം പുലിയല്ല, പുരകവാഹനം. കേട്ടിട്ടുണ്ടോ? വാരിവാഹനം ഹരിവരാസനം. ഹരിവരന്റെ പുറത്ത് കയറി ഇരുന്നേ ഉള്ളൂ. കടുവശ്രേഷ്ഠനായ ഹരിവരന്റെ പുറത്ത് കയറി ഇരുന്നു ആസനമാക്കി